ഫെബ്രുവരി 28 മുൻപുള്ള ലോകവും ശേഷമുള്ള ലോകവും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഫസ്റ്റ്, നമുക്ക് ഏതൊരു ചലഞ്ചസ് വന്നു കഴിഞ്ഞാലും, ഏതൊരു ഒബ്സ്റ്റക്കിൾസ് വന്നു കഴിഞ്ഞാലും, ഏത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആക്സെപ്റ്റ് ദ റിയാലിറ്റിയാണ്. ഫസ്റ്റ് ഇവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കണം. നമുക്ക് റിയാലിറ്റി ചെക്ക് ചെയ്യണമല്ലോ. നമ്മൾ കാര്യങ്ങളിങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ത്രെട്ട് വരുന്നത്, 28 സംതിങ് സംഭവിക്കുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ വിചാരിക്കുന്നത് ഈ ദുബായിലെ എല്ലാ ബിസിനസ്സുകാരെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളുടെ ഒരു ജനറൽ പ്രോസ്പെക്റ്റീവ്. ബട്ട് എനിക്ക് പറയാൻ പറ്റും, കുറേ ബിസിനസ്സുകാരെ ഇത് ബാധിച്ചിട്ടില്ല. അതിനൊരു എക്സാമ്പിൾ, ഞാൻ ദേരയിൽ എൻ്റെ ഒരു വൺ ഓഫ് ദ പ്രീമിയം ക്ലയൻറ്റ് ഉണ്ട്. ഒരു മാസീവ് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഡിഫറെൻറ്റ് സെക്ടറിലേക്ക് മാസീവ് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഹീസ് വെരി ഗുഡ് ഇൻ ലൈക്ക് ട്രേഡിങ്ങിലുണ്ട്, ഗോൾഡിലുണ്ട്, റിയൽ എസ്റ്റേറ്റിലുണ്ട്, അത്യാവശ്യം എല്ലാ സെക്ടേഴ്സിലും ഇൻവെസ്റ്ററാണ്. പുള്ളിയും ഞാനായിട്ടൊരു പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പം, അതും ഈ ഖത്തറിൽ, അതായത് നമ്മളെ ഫസ്റ്റ് അറ്റംപ്റ്റ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഖത്തറിലൊരു അറ്റംപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഉള്ളൊരു സമയമായിരുന്നത്. ആ സമയത്ത് വരെ എന്നോട് ഫറാൻ ഒന്ന് ഹോൾഡ് ചെയ്യണം കാര്യങ്ങൾ, നമുക്കൊന്ന് കുറച്ച് കസ്റ്റമൈസേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. സോ ദർ ഈസ് എ ത്രെട്ട്. ഇയാൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. അപ്പം ഞാൻ വിടുമോ? ഞാൻ ചോദിച്ചു എന്താണ് സംഭവം. അപ്പം ഈ നമ്മൾ അറ്റാക്ക് ചെയ്ത രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പം പ്രശ്നങ്ങൾ ഇറാൻ്റെ ചെറിയൊരു പേര് പറഞ്ഞു. ഇങ്ങനെ ചെറിയ ജിയോ പൊളിറ്റിക്കലി കുറച്ച് ടെൻഷൻസ് ഉണ്ട്. സോ നമ്മൾ ഇപ്പം കുറച്ച് കെയർഫുൾ ആവണം, സംതിങ് വിൽ ബി ഹാപ്പൺ. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ നല്ല അവെയറാണ്. അവർ നല്ല പ്രിപ്പറേഷൻ അവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ആഫ്റ്റർ ദാറ്റാണ്, ഞാൻ അത്രത്തോളം ന്യൂസൊന്നും അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് നോക്കാറില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഞാനും ഇവരോട് ടീമിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളുടെ ബിസിനസ്സിൽ പറയുകയാണെങ്കിൽ ഇത് ഓൺലൈനിലും സ്കെയിലിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ബാക്കെൻഡിൽ ചെയ്യുന്നൊരു തിരക്കിലായിരുന്നു. സോ വി ഡിഡ് ഇറ്റ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോർകാസ്റ്റിംഗ് ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും അസെൻഷ്യലാണ്. നാളത്തെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ലൈഫിലാണെങ്കിലും എനിക്ക് ഇന്ന് ഏർലി മോർണിംഗിൽ 7 o'clock എനിക്ക് സെഷന് വരണമെങ്കിൽ ഐ ക്ലോസ്ലി പ്രിപ്പയർഡ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. ഇന്നലെ ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. എനിക്കറിയാം ഇന്ന് മുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഒരുപാട് ടാസ്ക് കൂടുതലാണ്, പക്ഷേ ഐ മാനേജ് ഇറ്റ്. ഇന്ന് എനിക്ക് മാനേജ് ചെയ്യണമെങ്കിൽ ഞാൻ ഇന്നലെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ വേണ്ടത് മെൻ്റലി ക്ലാരിറ്റി വേണമെങ്കിൽ നമ്മൾ സറൗണ്ടിങ്സ് ക്ലാരിറ്റി വേണം, റൂം ക്ലീനിങ് വേണ്ടി വരും, അല്ലെങ്കിൽ അയണിങ് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ഞാൻ ഇതുവരെ ലോണ്ടറി ഉണ്ട്, കാരണം എനിക്ക് റിലാക്സ് ആയിട്ട് കുറച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അയണിങ് എന്നെക്കൊണ്ട് പറ്റുന്ന കേസല്ല. ബട്ട് ഇന്നലെ ഞാനത് കംപ്ലീറ്റ് റിലാക്സ് ആയിട്ട് അത് ചെയ്തു. അങ്ങനെ എൻ്റെ എന്താണ് പറയുക, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കുറേ സാധനങ്ങൾ ഞാൻ ചെയ്തു. സറൗണ്ടിങ്സ് ക്ലീനാക്കി, ജിമ്മിലേക്കുള്ള ക്ലോത്തൊക്കെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ബാഗിലേക്ക് വെച്ചു, വെള്ളമൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കറക്റ്റ് ടൈമിൽ അലാറത്തിൻ്റെ മുന്നേ എണീക്കേണ്ട ഒരു പ്ലാൻ വെച്ചു. പിന്നെ എങ്ങനെയാണ് ഡേ കറക്റ്റ് ഞാൻ പ്ലാൻ ചെയ്തു. കറക്റ്റ് അത് സംഭവിച്ചു. കാരണം കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക് ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇന്നലെ മുതൽ ഞാൻ അഫർമേഷൻ മാറ്റി, വർക്ക് ക്ലിയർ ആക്കി. ഞാൻ ഓൾറെഡി ഞാൻ പ്രിപ്പയർ ആയിട്ട് ഇന്നേക്ക് വരുമ്പം ഐ ആം ഓക്കെ. ഇപ്പം 7 മണിക്ക് ഇവിടെ എത്തണമെങ്കിൽ 6:55 എത്തി. ഞാൻ റിലാക്സ് ചെയ്ത് ഇന്ന് എൻ്റെ മെഡിറ്റേഷനും അഫർമേഷനും വർക്കൗട്ടും പ്രയറും ഒക്കെ ഡണ്ണാണ്. ഇത് ഞാൻ ഇന്നലെ അഡ്വാൻസ് പ്രിപ്പയർ ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് അതിലേക്ക് വരാൻ പറ്റിയത്.